ആരോഗ്യവും മഴക്കാലവും. മഴക്കാലത്ത് ഒരുപാട് തെറ്റായ ധാരണകളും ഒരുപാട് ആരോഗ്യപ്രദമായ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ ഷിബിനി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇപ്പോൾ പൊതുവേ പറയാറുള്ളൊരു കാര്യം, ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഭീകരതയാണ് എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഈ പനികളിൽ ഭീകരൻ അല്ലെങ്കിൽ പനികളിൽ ഏറ്റവും പ്രശ്നക്കാരൻ ഡെങ്കുപ്പനിയാണോ? ഡെങ്കിപ്പനി ഭീകരനാണോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ജലദോഷപ്പനി പോലെ അത്ര തള്ളിക്കളയുന്ന ഒന്നോ, എന്നാൽ നിപ്പ, എബോള പോലെയുള്ള അത്ര ഭീകരനൊന്നുമല്ല. നമുക്ക് മഴക്കാലമായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി എന്നാൽ ഡെങ്കി വൈറസിൽ നിന്ന് വരുന്നൊരു അസുഖമാണ് ഡെങ്കിപ്പനി. നമുക്ക് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈഡിസ് ഈജിപ്തി എന്ന് പറഞ്ഞൊരു കൊതുകിൽ നിന്നാണ് നമുക്കിത് പകരുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, കറുപ്പിൽ വെളുത്ത വരെയുള്ള കൊതുകുകൾ. ഇത് പൊതുവെ പകൽ സമയങ്ങളിലാണ് കൂടുതലായി ഇതിൻ്റെ കടി കൊള്ളാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് വന്നതിന് ശേഷം പൊതുവെ 4 മുതൽ 10 ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് പൊതുവെ രോഗലക്ഷണങ്ങൾ കാണുന്നത്. ഇതിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉയർന്ന പനി, കഠിനമായ തലവേദന, കണ്ണിന് ചുറ്റുമുള്ള വേദന, സന്ധിവേദന, ശരീരവേദന, അതുപോലെ തന്നെ ചുവന്ന പാടുകൾ എന്നിവയൊക്കെയാണ് ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ. നമുക്ക് ഡെങ്കിപ്പനിയുടെ ഘട്ടങ്ങളെ നമുക്ക് 3ആയി തിരിക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പനിയുടെ ഘട്ടം അഥവാ ഫെബ്രൈൽ ഫേസ് എന്ന് പറയും. ഇത് പൊതുവെ ആദ്യത്തെ 2 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് കാണുന്നത്. ഈ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനി, തലവേദന, ശരീരവേദന തുടങ്ങിയുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കാണുന്നത്. അടുത്തതായുള്ളതാണ് ഗുരുതര ഘട്ടം അഥവാ ക്രിട്ടിക്കൽ ഫേസ്. ഇതാണ് നമുക്ക് ഡെങ്കിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ്. ഇത് യൂഷ്വലി വരുന്നത് പനിക്ക് തൊട്ടു പിന്നാലെയോ അല്ലെങ്കിൽ പനി കഴിഞ്ഞൊരു 24 മുതൽ 48 മണിക്കൂറിന് ശേഷമാണ് പൊതുവെ ഈ ഫേസ് നമ്മൾ കാണുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് പ്ലാസ്മ ലീക്കേജ്. നമ്മുടെ രക്തക്കുഴലുകളിലെ പാളികളിലുള്ള എൻഡോത്തീരിയത്തിന് ഡാമേജുകൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് വരുന്നു. ഇതാണ് പ്ലാസ്മ ലീക്കേജ് എന്ന് പറയുന്നത്. ഇതുമൂലം നമുക്ക് പല ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. നമുക്ക് രക്തസമ്മർദ്ദം അതികഠിനമായി താഴോട്ട് പോകുക, നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാവുക, നമ്മുടെ പ്ലൂറൽ എഫ്യൂഷൻ, അസൈറ്റിസ്, നമ്മുടെ വയറിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് നമ്മൾ അസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, അതികഠിനമായ രക്തസ്രാവം, കഠിനമായ ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഗുരുതര ഫേസിലുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ഫേസാണ് റിക്കവറി ഫേസ്. അതായത് ഈ ഫേസിലാണ് പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആവുന്നത്. പേഷ്യൻ്റ് സിംറ്റംസ് മാറുന്നു, പേഷ്യൻ്റിന് വിശപ്പ് തിരിച്ചു വരുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മുന്നോട്ട് വരുന്നു. ഇതൊക്കെയാണ് 3 ഘട്ടങ്ങളായി നമുക്ക് തിരിച്ചാൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഡെങ്കി പറഞ്ഞതുപോലെ തന്നെ സ്വയം ചികിത്സയ്ക്ക് പോകാതെ നമ്മൾ ഡോക്ടറെ സമീപിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള വിശ്രമവും ദ്രാവകങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡെങ്കിയിൽ നിന്ന് രോഗവിമുക്തരാവാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ സാധാരണ ഒരു പനി വന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ ബോഡി പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ജലദോഷപ്പനി അല്ലെങ്കിൽ ശരീരവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ നമുക്ക് പൊതുവേ ഒരു സാധാരണ പനി എന്ന് പറഞ്ഞാൽ ജലദോഷപ്പനി അഥവാ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഈ അസുഖങ്ങളിൽ നമുക്ക് പൊതുവേ കാണുന്നത് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിങ്ങനെ ശ്വാസനാളമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പൊതുവേ കാണുന്നത്. എന്നാൽ നേരത്തെ നാം ഡെങ്കിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഉണ്ടാകുന്നത് ഉയർന്ന പനി, ശരീരവേദന, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് പൊതുവേ ഡെങ്കിയിൽ കാണുന്നത്. നമുക്ക് ഡെങ്കിക്കുള്ള വേറൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ. കാരണം നമുക്ക് അതികഠിനമായ ശരീരവേദന, സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഡെങ്കിപ്പനിയിൽ കാണാവുന്നത്. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് ഈ സിംറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ സാധാ ജലദോഷപ്പനിയും ഡെങ്കിപ്പനിയും നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഡെങ്കിപ്പനി സംശയിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി വ്യാപകമായിട്ടുള്ള സീസണുകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എപ്പോഴും കേൾക്കാവുന്നതാണ് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത്. പക്ഷേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കൊള്ളണമെന്നില്ല. അത് വിചാരിച്ച് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് നോർമൽ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഡെങ്കു ആണെന്നും ഡെങ്കു അല്ല എന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ സന്ദർശിച്ച് രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രോഗാവസ്ഥയെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ.
ഇപ്പോൾ പൊതുവെ നമുക്കറിയാം ഏത് ബുദ്ധിമുട്ട് വന്നാലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അല്ലേ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം അത് ഏതൊരു അസുഖമായാലും, ഡെങ്കി ആയാലും വയറിളക്കമായാലും ഇൻഫ്ലുവൻസ ആയാലും ഏതൊരു അസുഖമായാലും സ്വയം ചികിത്സ ആപത്താണ്. അത് നമുക്ക് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. എത്രയും പെട്ടെന്ന് അടുത്തുള്ള വൈദ്യസഹായ കേന്ദ്രത്തിൽ ചെന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഡോക്ടർ, ഇപ്പോൾ ഡെങ്കിപ്പനി അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഡെങ്കിപ്പനിയിൽ ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് എന്ന് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളിതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കൂട്ടാനായിട്ടൊരു പ്രകൃതിദത്തമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണമോ ഒന്നും തന്നെയില്ല. നമ്മൾ പലരും കേട്ടിട്ടുണ്ട് പപ്പായ, മാതളം, കിവി പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുന്നതിനായിട്ട് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു തെളിവും തന്നെയില്ല. പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ദോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും ശാസ്ത്രീയമായിട്ട് ഒരു തെളിവുമില്ല ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടും എന്നുള്ളത്. ഡെങ്കിപ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻറ്റിന് കൃത്യമായിട്ടുള്ള വിശ്രമങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ജലവും ദ്രവങ്ങളും ഇൻടേക്ക് എടുക്കേണ്ടതുണ്ട്. കരിക്കിൻ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം, സൂപ്പ് എന്നിവ നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ എത്രയും പെട്ടെന്ന് വൈദ്യുത സഹായം തേടുക എന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ പ്ലേറ്റ്ലെറ്റ് മാത്രമല്ല ഒരു ഡോക്ടർ നോക്കുന്നത്. പേഷ്യൻറ്റിന് അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്തെങ്കിലും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് പേഷ്യൻറ്റിൻ്റെ നമ്മുടെ നാക്കിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പല്ലിന് ചുറ്റും എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കും. അല്ലാണ്ട് ബ്ലീഡിങ് മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കും. അതുകൂടാണ്ട് പേഷ്യൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യനില എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മാത്രമല്ല ഇതിനൊരു ഇതായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പ്ലേറ്റ്ലെറ്റ് എപ്പോഴാണ് നമ്മൾ പേഷ്യൻറ്റിന് നൽകുന്നത്? ഒന്നെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 10,000-ൽ താഴെ പോവുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 20,000-ന് താഴെ പോയി എന്തെങ്കിലും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ റെസ്റ്റും വെള്ളവും ഒക്കെ തന്നെയാണ് ഡെങ്കിയുടെ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർ, പലർക്കുമുള്ളൊരു ആശയക്കുഴപ്പമാണ് ഡെങ്കി ഫീവർ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളത്. ഒരു പക്ഷേ ഡെങ്കി ഫീവർ വന്നൊരു വ്യക്തി പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ ഡെങ്കിപ്പനി മുന്നേ വന്നിട്ടുള്ള ഒരാളുകൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഡെങ്കിപ്പനി വന്നു എന്നൊരു കരുതി നമുക്കൊരിക്കലും ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി അല്ല കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെങ്കിപ്പനിയുടെ വൈറസുകൾ 4 തരത്തിലുണ്ട്. ഡെങ്കി 1, ഡെങ്കി 2, ഡെങ്കി 3, ഡെങ്കി 4 എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള വൈറസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വൈറസിനോട് മാത്രമേ ഇമ്മ്യൂണിറ്റി വരുന്നുള്ളൂ. അപ്പം അതിനുശേഷം വരുന്ന ഏതൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ നമ്മൾ സെക്കൻഡറി ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെങ്കി വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊതുകടി കൊള്ളാതിരിക്കുക, കൊതുക് വല ഉപയോഗിക്കുക, നമുക്ക് റിപ്പല്ലൻസ് ഉപയോഗിക്കാം, കംപ്ലീറ്റ്ലി മൂടുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കാം. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൂടാണ്ട് തന്നെ പനി സംശയമുള്ളപ്പോൾ ഡെങ്കി ഓൾറെഡി വന്നതാണല്ലോ ഇനി വരത്തില്ല എന്നുള്ളൊരു ധാരണ നമുക്ക് അരുതേ ചെയ്യരുത്. നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. അപ്പോൾ ഈ സെക്കൻഡറി ഡെങ്കി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ അത് ഗുരുതരമാവാനുള്ള സാധ്യതയുണ്ട്. ഒരു തവണ വന്നിട്ട് രണ്ടാമത് ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾക്ക് ഇത് സിവിയർ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാകും. ഈ ആൻറ്റിബോഡി കൂടുതൽ വൈറസുകളെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു. ഇതിനെ നമ്മൾ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നു. അങ്ങനെ പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്തസ്രാവം, BP കുറയൽ, ഷോക്ക്, പ്ലാസ്മ ലീക്കേജ് ഇങ്ങനെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എല്ലാ രണ്ടാമത് വരുന്ന പേഷ്യൻസിനും ഈ ഗുരുതരമായ ഡെങ്കി വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളാൽ കഴിയുന്ന പ്രൊട്ടക്ഷൻസ് ചെയ്യുക. അപ്പം ഡെങ്കി രണ്ടാമത് വരുന്ന എല്ലാവർക്കും ഈ ഡെങ്കി സീരിയസ് ആയി വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വയ ചികിത്സയ്ക്ക് നിൽക്കാതെ നമുക്ക് സംശയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമാണ്. ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതിയാകും. ഒരുപാട് തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.